ഒന്നാമത് പടക്കം പൊട്ടിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന പുകയിൽ രാസവസ്തുക്കളും കരിയുടെ കണികളും അടങ്ങിയിരിക്കുന്നു. ഇത് ശ്വസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾ, പ്രത്യേകിച്ച് ആസ്മ പോലെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പടക്കം പൊട്ടിക്കുമ്പോൾ ഇത്തരം റെസ്പിറേറ്ററി കംപ്ലൈൻ്റ് ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് വേണ്ട മെഡിസിനും കാര്യങ്ങളും അവർ കയ്യിൽ കരുതേണ്ടതാണ്. പെട്ടെന്നായിരിക്കും എമർജൻസി ആയിട്ട് ഇത്തരം ആളുകളിൽ ബുദ്ധിമുട്ട് കൂടുതലും ഉണ്ടാവുക. രണ്ടാമതായി, പടക്കം പൊട്ടുമ്പോൾ ചിതറുന്ന തീയും കരിയുടെ കണികകളും കണ്ണിന് ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിക്കുകയോ കാഴ്ച നഷ്ടപ്പെടുന്നതിനോ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പടക്കം പൊട്ടിക്കുമ്പോൾ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പടക്കം പൊട്ടിക്കുന്ന സമയത്ത് സുരക്ഷിതമായ ദൂരം പാലിക്കുകയും കണ്ണടകൾ ധരിക്കുകയും ചെയ്യുക. പടക്കം പൊട്ടിക്കുമ്പോൾ സുരക്ഷിത ദൂരം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളെ പടക്കം പൊട്ടിക്കുന്നതിൽ നിന്നും പൂർണ്ണമായിട്ടും അകറ്റി നിർത്തണം. കുട്ടികൾക്കും മൃഗങ്ങൾക്കും പടക്കം പൊട്ടുന്നതിന് ശബ്ദം വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിനാൽ അവരെ സുരക്ഷിതമായ ദൂരത്ത് നിർത്തേണ്ടത്